പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യവും ഉണ്ടാവട്ടെ. ഇന്ന് നിങ്ങളുടെ പ്രവൃത്തികളിലും ചിന്തകളിലുമെല്ലാം ഈശോയുടെ സ്നേഹത്തിൻ്റെ ജ്വാല നിറയട്ടെ. ഈശോ ഈ ഭൂമിയിലെ പരസ്യജീവിത കാലഘട്ടത്തിൽ മറ്റുള്ളവരെ കേൾക്കാൻ കൊതിക്കുന്നൊരു ദൈവമായിരുന്നു എന്നുള്ളതാണ്. കേൾക്കാൻ കൊതിക്കും. ഇന്നത്തെ ആഗമന കാല ചിന്ത അതാ, കേൾക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം. വചനമുണ്ടല്ലോ, ജെറമ്യ 29:12. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. കർത്താവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും കർത്താവ് ശ്രവിച്ചിരുന്നു എന്നുള്ളതാണ്. അന്ധനെയും മുടന്തനെയും പൈശാചിക പീഡകളിലൂടെ കടന്നു പോകുന്നവരെയും എല്ലാ പാപികളെയും സമൂഹം മാറ്റി നിർത്തിയവരെയും അടിച്ചമർത്തിയവരെയും ബന്ധിതരെയും എല്ലാവരെയും കർത്താവ് കേട്ടിരുന്നു. ക്ഷമയോടെ കേട്ട് കർത്താവ് അവർക്ക് മറുപടി നൽകി എന്നുള്ളതാണ്. എല്ലാം കേട്ടു. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാ നമ്മളൊക്കെ കേൾക്കാനുള്ള? ആരും കേൾക്കാനില്ല. എല്ലാവർക്കും പറയാനാണ് ആഗ്രഹം, കേൾക്കാൻ ഇടമില്ല. ഭാര്യയെ കേൾക്കാൻ സമയമില്ല, ഭർത്താവിനെ കേൾക്കാൻ സമയമില്ല, മക്കളെ കേൾക്കാൻ സമയമില്ല ആർക്കും. കേൾക്കാൻ ഇടമില്ല. എന്നാലൊരു വേദന വന്നാലോ പറയാനിടം തേടിപ്പോവും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് കേൾക്കാൻ കൊതിക്കുന്ന ഒരു ദൈവമാണ്. കർത്താവ് നമ്മോടും പറയാണ്, നീ കേൾക്കുന്ന വ്യക്തിയായിട്ട് മാറണം. പറയണ്ടെന്നല്ല, അതിനേക്കാളും ഉപരി കേൾക്കാനൊരു മനസ്സും ദാഹവും, മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ കേൾക്കാനൊരു മനസ്സിലൊരിടം നിനക്ക് വേണം. 1 യോഹന്നാൻ 5:14. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. കേൾക്കും. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നന്മയായിട്ടുള്ളത്, വിശുദ്ധമായിട്ടുള്ളത് അവനോട് ചോദിച്ച് അവൻ കേൾക്കും. താഴ്മയോടെ എളിമയോടെയാണ് നമ്മുടെ കഥനങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവൻ്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നതെങ്കിൽ അവൻ കേൾക്കും. സമാധാനത്തോടെ കേട്ട് വേണ്ട മറുപടികൾ തരും. ഇപ്പോൾ അസ്വസ്ഥമായ മാനസങ്ങളോടെയുള്ള ആളുകൾ ഈശോയുടെ അടുത്തേക്ക് വരണം. ഈശോയോട് പറയണം, ഈശോ എന്നെ കേൾക്ക്, എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ നീ എടുത്തു മാറ്റ്. വിടുതൽ താ, സൗഖ്യം താ, സന്തോഷം താ, സമാധാനം താ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കേട്ടോ എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. കേൾക്കുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സാത്താൻ്റെ കെണികളിൽ നിന്ന് ഈശോയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം.